അസ്സലാമു അലൈക്കും. നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ജനൽമ കാണുന്ന ഈ കറുത്ത ജനൽമലാണ് ഇപ്പോൾ നമ്മൾ ഒക്കെ പോളിഷൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നിറായിരുന്നു നമ്മളെ വാതിലുകളൊക്കെ. ആ വാതിലുകളൊക്കെ നമ്മൾ ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മാന്തിയാണ് ഇത് ബ്ലേഡ് മാന്തി എന്നാണ് ഇതിന് പറയുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ മാന്തിയാണ് ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മാന്തി കംപ്ലീറ്റ് കളർ വരുത്തും. മരത്തിൻ്റെ ഒറിജിനൽ കളർ പുറത്തേക്ക് വരും. ആ വരുന്നത് വരെ നമ്മൾ മാന്തി ക്ലിയർ ആക്കിയതിന് ശേഷം നല്ലോണം മാന്തി എല്ലാം ക്ലിയർ ആക്കുക. ഇതേപോലെ വെളുപ്പിച്ച് മരത്തിനെ അങ്ങോട്ട് ക്ലിയർ ആക്കി എടുക്കും. എല്ലാം മാന്തി കഴിഞ്ഞ് നമുക്ക് 220 പേപ്പർ വെച്ചുകൊണ്ട് ഇതുപോലെ ഉരരുക. നന്നായിട്ട് ഉരതി മിനുസമാക്കുക. 220 പേപ്പർ അല്ലെങ്കിൽ 120 പേപ്പർ 120 കൊണ്ട് ഉരതിന് ശേഷം 220 കൊണ്ട് ചെയ്താൽ അപ്പോൾ മിനുസം വരിക. 120 കുറച്ച് റഫ് പേപ്പറാണ്. അങ്ങനെ നന്നായിട്ട് ഉരതുക. ഉരതി അത്യാവശ്യം മിനുസൊക്കെ ആയതിനു ശേഷം കുഴപ്പമില്ല. ഇപ്പം മിനുസായി വരുന്നുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്, നല്ല നിറം കിട്ടുന്നുണ്ട്. മരത്തിൻ്റെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഈ മെഷീൻ വെച്ച് വരുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ വെച്ച് ഇതുപോലെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരു പേപ്പറും അതേപോലെ ഒട്ടിക്കുന്ന പേപ്പറും ഉണ്ടെങ്കിൽ മെഷീൻ വെച്ച് വരുതാം. ഞാനിവിടെ ഇനി മെഷീൻ ഉപയോഗിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഒരുപാട് പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അപ്പോൾ എല്ലാ വാതിലും ചെയ്യുന്നതുകൊണ്ട് ടൈം ഒക്കെ ലാഭിക്കാനും വേണ്ടിയിട്ടാണ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ മെഷീൻ വെച്ച് കയറിയത് നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മിനുസായിട്ടുണ്ട്. പക്ക ക്ലിയറാണ്. ഇനി നമ്മൾ ഇതാണ് വുഡ് ഫില്ലർ അടിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മുകളിൽ നല്ല മിനുസാക്കിയ വാതിൽപ്പൊളിയാണ്. വാതിൽപ്പൊളിയുടെ മുകളിൽ നമ്മൾ വുഡ് ഫില്ലർ അടിക്കാൻ പോവുകയാണ്. നല്ല തുടച്ച് ക്ലീനാക്കി പൊടിയൊക്കെ തട്ടിയതിന് ശേഷം വുഡ് ഫില്ലർ എടുത്തിട്ട് മിക്സാക്കുക. വേറെ പാത്രം എടുത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം എടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കണം, കാരണം അത് കട്ടാവും. അപ്പോൾ നമ്മൾ വുഡ് ഫില്ലർ എടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ടിന്നർ വയ്ക്കുക. ടിന്നർ നല്ല കമ്പനി വാങ്ങണം നമുക്ക്, എന്നാലേ പോളിഷൊക്കെ നല്ല പൊളിഞ്ഞ് വരാതിരിക്കുള്ളൂ. നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു നൂല് പോലുള്ള കണ്ടീഷനിൽ ആകുക. എന്നിട്ട് കോട്ടൺ എടുക്കുക. കോട്ടൺ തുണി എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക നല്ലോണം. എല്ലാ ഭാഗത്തും ഒരേ ഭാഗത്തേക്ക് വലിക്കാൻ പാടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിക്കാൻ പാടില്ല. അങ്ങനെ തേച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ മിനുസായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. ഇനി നമ്മളൊരു 120 പേപ്പർ വെച്ച് വരയ്ക്കുക. ഇതുപോലെ വരുത്തുമ്പോൾ ഇങ്ങനെ വെളുപ്പ് കളറായിട്ട് വരും. വരുതി നല്ല മിനുസായിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ടോ. അങ്ങനെ നല്ല മിനുസായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ വരുത് മിനുസായിട്ട് നല്ല പക്കായിട്ട് ക്ലിയറായിട്ട് വരുന്നത്. വാവ്. ഓക്കെ, ഇനി പൊടിയൊക്കെ ആ വെള്ളപ്പൊടി വരുത്തിയിട്ട് വന്നുള്ള പൊടികളെ തട്ടി ഇനി നമ്മൾ അടിക്കേണ്ടത് സീലിയറാണ്. സാൻഡിങ് സീലിയർ. അതെടുത്തിട്ട് നല്ലോണം ഒരു പാത്രത്തിലെടുത്ത് ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ ടിന്നർ കൂട്ടി മിക്സാക്കുക. അതിലേക്ക് നമ്മൾ വുഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന സാധനം ചേർക്കുക. വാൾനട്ട് എന്നും പറയുന്നത് അത് കളറിനാണ് ചേർക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കളർ നല്ല ബ്ലാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കുക, അല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറവായിട്ട് നിൽക്കും. എന്നിട്ട് ടിന്നർ ചേർത്ത് നല്ലോണം മിക്സാക്കുക. ഇനിയും അതുപോലെ തന്നെ കോട്ടൺ തുണി ഇതെടുക്കുക. കോട്ടൺ വേസ്റ്റാണ്, തുണിയല്ല. വേസ്റ്റ് നല്ല വൈറ്റ് കളറായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മരത്തുമ്പോൾ പിടിക്കും. ഇനി നേരത്തെ തേച്ച അതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ വലിച്ച് അപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം വലിക്കാൻ പാടുള്ളൂ, രണ്ട് ഭാഗത്തേക്കും വലിക്കാൻ പാടില്ല.
ഒരേ ഭാഗത്തേക്ക് ഇതേമാതിരി വലിച്ച് വലിച്ച് കൊണ്ടുപോവുക. തേച്ച് നൈസായിട്ട് പിടിപ്പിക്കുക, കട്ടി ഉണ്ടാവാൻ പാടില്ല. അതിനാണ് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ ആകണ പോലത്തിൽ. അങ്ങനെ മാക്സിമം കഴിയാനായി, ഇപ്പോൾ തേച്ച് ഫിനിഷ് ആക്കാനായിട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നിടത്തൊക്കെ ചെറിയ നമ്മളെ സൗണ്ടും കാര്യങ്ങളും നോക്കണ്ട. നിങ്ങൾ വർക്ക് ക്ലിയർ ആണോ നോക്കുക. അവനവൻ്റെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. കുറഞ്ഞ ഇതാവുള്ളൂ. കാര്യമായിട്ട് ഇതിനൊക്കെ വരുന്നത് മാൻ പവർ ആണ് കൂടുതൽ വരുന്നത്, പണിക്കൂലിയാണ് കൂടുതൽ വരുന്നത്. സാധനത്തിനൊന്നും വലിയൊരു വിലയൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ ഫിനിഷിംഗ് ആണ്, വുഡ് ഫിനിഷിങ് അടിക്കാൻ പോവുകയാണ്. അതാണ് ഫിനിഷിങ്. അത് നമ്മളൊരു ഇതുപോലെ ഒരു കാല് പാത്രത്തിൽ വെച്ചിട്ട് ടിന്നർ കൂട്ടി മിക്സാക്കി ഇത് അതിൻ്റെ ഇത് ഹാർഡ്നറാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത്. ഹാർഡ്നർ ഒഴിച്ച് നല്ലോണം മിക്സാക്കുക. ഹാർഡ്നർ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് പിന്നെ കട്ടയാകാൻ വേണ്ടി ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതേപോലെ പൊതിച്ചൊരു നൂല് പോലെ ചാടുന്ന കോലത്തിൽ മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വാതിലിൽ നമ്മൾ ഇതാണ് പോളിഷ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യുക. നമ്മളെ വാതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു. ബ്രഷ് കൊണ്ട് അടിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാം ഇഷ്ടമായിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.